ആഹാ, ദിവ്യജ്ഞാനത്തിന്റെ പഴവൃക്ഷം താങ്കൾ കണ്ടുപിടിച്ചത് ഇതായിരുന്നു. എനിക്ക് മനസ്സിലായി. വിഷമം വന്നാൽ തനിക്ക് ഒരുപാട് ഭക്ഷണം ആവശ്യമാണ്. വിഷമമോ? എനിക്കോ? എനിക്ക് വിഷമമൊന്നുമില്ല. താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ നീ എന്തിനാണ് വിഷമിക്കുന്നത്? കുംഫു ചരിത്രത്തിൽ ഞാൻ നാണം കെട്ടതുപോലെ ആരും നാണം കെട്ട് കാണില്ല. ചൈനയുടെ ചരിത്രത്തിൽ പോലും. എന്തിനാ നാണക്കേടിന്റെ ചരിത്രത്തിൽ പോലും. തീർച്ചയായും. പിന്നെ ആ പഞ്ചവർ, നിങ്ങളവരെ കണ്ടില്ലേ? അവർക്ക് എന്നോട് ഒരുപാട് വെറുപ്പാണ്. ഗുരു ഷീഫുവിന് എന്നെ എങ്ങനെ ഒരു വ്യാളിയോദ്ധാവായി മാറ്റാൻ സാധിക്കുമോ? എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പഞ്ചവരെ പോലെയല്ല. എനിക്ക് നഖങ്ങളില്ല, വലിയ ചിറകുകളില്ല, വിഷം ചീറ്റാൻ കഴിവില്ല. ആ പച്ച തൊഴുതിനു പോലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട്. ഞാൻ പഴയതുപോലെ നൂഡിൽസ് കച്ചവടം ചെയ്ത് ജീവിക്കാമെന്ന് കരുതുന്നത്. ഉപേക്ഷിച്ചില്ല. നൂഡിൽസ് ഉണ്ടാക്കിയില്ല. എന്തു സംഭവിക്കാൻ പോകുമെന്ന വേവലാതിയാണ് നിനക്ക്, അല്ലേ? ഒരു ചൊല്ലുണ്ട്, ഇന്നലെകൾ കഥകളാണ്, നാളെകൾ അജ്ഞാതമാണ്. പക്ഷെ ഇന്ന് എന്നുള്ളത് ഒരു സമ്മാനമാണ്. അതുകൊണ്ടാണ് അതിനെ വർത്തമാനകാലം എന്ന് പറയുന്നത്.